ഹലോ വെൽക്കം ടു ബിഗ് ബോസ് കഥകൾ. അപ്പോൾ ബിഗ് ബോസ് കഥകളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ബിഗ് ബോസിൻ്റെ പ്രൊമോൻ്റെ കാര്യം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കോമണേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റാണ്. അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെക്കുറിച്ചും ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അഗ്നി പരീക്ഷ എന്ന് പറയുന്നത് തെലുഗു ബിഗ് ബോസ് സീസൺ 9 അവർ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ്. അതൊരു ശരിക്കും ഒരു എന്താ പറയുക, ഒരു പ്രീ ഷോ തന്നെയാണ്. 15 ഡേയ്സ് ഒക്കെയാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ. അഗ്നി പരീക്ഷയിൽ ടോപ്പ് 15 ആളുകളെയാണ് എടുക്കുക. അതിൽ നിന്ന് 6 പേരെയാണ് ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുന്നത്, തെലുഗു ബിഗ് ബോസിൽ. ആൻഡ് ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ഇവർക്ക് 2025 ജൂൺ 28 അങ്ങനെയാണ്, 28 ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ, അവിടെ തെലുങ്കിൽ. ആൻഡ് അതിന് ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഈ നോർമൽ കോമണേഴ്സിൻ്റെ സെലക്ഷൻ 45 പേര് അങ്ങോട്ട് ഒരു സെലക്ഷനും കാര്യങ്ങളും കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഇടയിൽ ലൈക്ക് ഒരു പ്രൊമോയും കൂടെ വരും. അതായത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഓഡീഷൻസിന് അപ്ലൈ ചെയ്യേണ്ടത്. വീഡിയോ ആണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ അയച്ചു കൊടുക്കും. ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഓൺലൈനിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഈ അപ്ലോഡ് ചെയ്യുന്നവരിൽ നിന്നും 1000 പേരെയാണ് സെലക്ട് ചെയ്യുക. ദെൻ കഴിഞ്ഞ തവണ മൈജിയിൽ പോയിട്ട് ചെയ്യണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഇത്തവണ എങ്ങനെയാണെന്ന് അനൗൺസ് ചെയ്തിട്ടില്ല. ടൈറ്റിൽ സ്പോൺസേഴ്സും നമുക്ക് മിക്കവാറും മൈജി തന്നെ ആവാനാണ് സാധ്യത. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതിൽ നിന്നും പിന്നെ വീഡിയോ ഒരു 4-5 ലെവലോളം ഇതിൻ്റെ സെലക്ഷൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ വീഡിയോയിൽ നിന്നും ഒരു 10-200 പേരെ അവർ ഫോൺ കോൾ, വീഡിയോ കോൾ ഇൻ്റർവ്യൂസിൽ കൂടെ സെലക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ആൻഡ് അതിൽ നിന്നും 100 പേരെടുക്കും. ദെൻ ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻ അതിൽ നിന്നും ഒരു 45 പേരോളം എടുത്തിട്ടാണ് അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് 15 പേര്, അങ്ങനെ 15 ദിവസമാണ് നമ്മുടെ ഈ അഗ്നി പരീക്ഷ സംഭവം, ലൈക്ക് ഈ ഒരു സാധനം വരുന്നത്. ആൻഡ് ഇത് നമ്മൾ കയറിപ്പോകുന്നത് അത്ര ഈസി ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ തെലുങ്ക് ബിഗ് ബോസിൻ്റെ കുറച്ച് എപ്പിസോഡ്സ്, ഫസ്റ്റ് എപ്പിസോഡൊക്കെ ഞാൻ കണ്ടിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ഈസി അതിൻ്റെ അകത്ത് എൻട്രി ചെയ്യാന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫോർ സെലിബ്രിറ്റീസ് അവർക്കൊരു ഫെയിം ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് അങ്ങനെയല്ലല്ലോ, നമ്മൾ ഉണ്ടാക്കിയെടുക്കാണല്ലോ ചെയ്യേണ്ടത്. ആൻഡ് ഇതിൽ ജഡ്ജസ് ഉണ്ടാവും. ജഡ്ജസൊക്കെ എല്ലാം ബിഗ് ബോസ് ബാക്ക്ഗ്രൗണ്ടുള്ള ജഡ്ജസ് തന്നെയാണ്, ഹോസ്റ്റും അതെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കണം ബിഗ് ബോസിൻ്റെ ഹോസ്റ്റ്? ലൈക്ക് ഇപ്പോൾ മോഹൻലാലാണ് മെയിൻ ഹോസ്റ്റ്, അതല്ല അഗ്നിപരീക്ഷയുടെ ഹോസ്റ്റ് ആരായിരിക്കണം? ബിഗ് ബോസ് ഇതുവരെ സീസണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആരായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ ജഡ്ജസിനെ കേട്ടോ. ആൻഡ് ഇങ്ങനെയാണ് തെലുങ്ക് ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലിങ്ങനെ ഞാൻ അഗ്നി പരീക്ഷയുടെ ഒരു സെഗ്മെൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ 3 ജഡ്ജസിന് സിഗ്നൽസ് ഉണ്ട്, റെഡ് ആൻഡ് ഗ്രീൻ. അപ്പോൾ അവർക്ക് ഇമ്പ്രസീവായിട്ട് തോന്നുകയാണെങ്കിൽ അവർ ഗ്രീൻ ആക്കും, അല്ലാത്ത പക്ഷം റെഡ് ഇങ്ങനെ കാണിക്കും. 2 റെഡ് വന്നു കഴിഞ്ഞാൽ ഹോൾഡാണ് ചെയ്യുക. ലൈക്ക് 2 റെഡ് 1 ഗ്രീനൊക്കെ വന്നതിന് ഹോൾഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 3 ഗ്രീൻ ആണെങ്കിൽ അപ്പം തന്നെ അവരെ എൻട്രി ആണ്, എന്താ പറയുക, ഈ അഗ്നി പരീക്ഷയിലേക്ക്. ആൻഡ് പിന്നെ ഫുള്ള് റെഡ് ആണെങ്കിൽ അപ്പം തന്നെ ഔട്ടാണ്. ഇതാണ് അഗ്നി പരീക്ഷയുടെ മെയിൻ. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറി പറ്റുകയെന്ന് ഞാനും ഇപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ബിഗ് ബോസ് തെലുങ്ക് എല്ലാം ഒന്ന് കണ്ട് ഡീറ്റെയിൽസ് എല്ലാമായിട്ട് നാളെ കാണാം. ആൻഡ് ഐ ആം ഓൾസോ വെരി ക്യൂരിയസ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. ഒരു വെറൈറ്റി കാര്യമാണല്ലോ. ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വിശദമായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യും.